കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുത്ത നിറം, അതായത് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഇനി ഒരിക്കലും നമ്മുടെ ലൈഫിൽ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് കുറേ ടിപ്സും അതുപോലെ ഒരു അമേസിങ് സൊല്യൂഷനുമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകണം. ഇത് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ നിങ്ങളിത് ചെയ്തു നോക്കണം. ഇനി ഒരിക്കലും നിങ്ങൾക്ക് വരാനേ പാടില്ല എന്നാണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് സജഷൻസും കൂടെ ലൈഫ് ലോങ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അതെന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്കിന്ന് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, കണ്ണിന് താഴെയുള്ള റിങ്കിൾസ്, അതുപോലെ കറുത്ത നിറം, അവിടെ മാത്രമായിട്ട് ഒരു ടയേർഡ്നെസ് ഫീൽ ആവുക, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അമേസിങ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് താഴെയും മുകളിലും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. പൊതുവേ താഴെയുള്ളവർക്ക് മുകളിലും ഉണ്ടാവും. എനിക്കും ഓൾറെഡി ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതുണ്ടാവും. അത് വലിയ കാര്യമാക്കണ്ട. പക്ഷെ ഡീപ്പായിട്ട് നല്ല കറുത്ത നിറം വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ ഉറങ്ങാത്തത് കൊണ്ടും പ്രോപ്പറായിട്ട് ഉറങ്ങാത്തത് കൊണ്ടും ഒരുപാട് സമയം സ്ക്രീൻ നോക്കുന്നത് കൊണ്ടും, അതായത് ഫോൺ അല്ലെങ്കിൽ TV, ലാപ്ടോപ്പ് ഇതൊക്കെ നോക്കുന്നത് കൊണ്ടുമാണ്. പിന്നെ സ്ട്രെസ്സ് കൊണ്ടും വരാൻ കേട്ടോ. കണ്ണാടി വയ്ക്കുന്നവർക്കും സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ളവർക്കും ഒരുപാട് വരാറുണ്ട്. സോ സ്ട്രെസ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമ്മളെ കൊണ്ട് എത്രയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഒഴിവാക്കുക. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ, എന്നാലും എടുക്കരുത്. നമ്മുടെ സ്കിന്നും ഹെൽത്തും നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക. നമ്മൾ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. ബാക്കി കാര്യങ്ങളിൽ ഫോക്കസ് ഒന്ന് കുറച്ച് കൊണ്ടുവരിക. ഒരിക്കലും സ്ട്രെസ് എടുക്കാതെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല, എന്നാലും കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പെട്ടെന്ന് സോൾവ് ചെയ്ത് പോവുക. സൊല്യൂഷനെ ഫോക്കസ് ചെയ്യുക, പ്രോബ്ലത്തിനെ മാത്രം ഫോക്കസ് ആക്കരുത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു DIY പാക്കാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ജ്യൂസ് അല്ല കേട്ടോ, ഇത് തക്കാളി പ്യൂരിയാണ്. തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം അലോവേര ജെല്ലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നമ്മുടെ സ്കിന്നിൽ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഒപ്പം അലോവേര ജെല്ലും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്കിന്നിനെ ഹീൽ ചെയ്യാനും സൂത്തം ചെയ്യാനും നല്ല ഒരു തണുപ്പ് തരാനും ഒക്കെ സഹായിക്കും. നല്ല പവറുള്ള കണ്ണട ഉണ്ടല്ലോ, ഗ്ലാസ് സ്പെക്സൊക്കെ വയ്ക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും ഡാർക്ക് സർക്കിൾസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരത് കെയറേ ചെയ്യത്തില്ല. കാര്യം ഫുൾ ടൈം അവർ കണ്ണാടിയാണല്ലോ വെച്ചേക്കുന്നത്. കണ്ണട അതാണല്ലോ വെച്ചേക്കുന്നത്. അത് കാരണം അവർ പ്രോപ്പറായിട്ട് കെയർ ചെയ്യത്തില്ല. കാരണം പുറത്താരും കാണുന്നില്ല എന്നാണ് അവർ വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കണ്ണട മാറ്റുമ്പോഴായാലും അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. സോ കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് നമ്മളോടൊരു സെൽഫ് ലവില്ലേ, അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് കെയർ ചെയ്യണ്ടേ. സോ അടുത്തതായിട്ട് ഞാനിതിലോട്ട് തക്കാളിയുടെ ജ്യൂസും അലോവേര ജെല്ലിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ മസ്റ്റായിട്ട് യൂസ് ആക്കുക. ഭയങ്കര നല്ലതാണ് ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട്. തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും. ഈവൻ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും റോസ് വാട്ടർ യൂസ് ആക്കുന്ന തന്നെ നല്ല മാറ്റം തരും കേട്ടോ. പക്ഷേ ഈ ഒരു പാക്കായിട്ട് മിക്സ് ചെയ്ത് യൂസ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വെറും 7 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടുത്തെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ചുളിവുകളൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഇരിക്കും. പലർക്കും അങ്ങനെ ഉണ്ട്. അതുവരെ ആകാനായിട്ട് വിടരുത്. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ കാണിച്ചു തന്നില്ല, എനിക്കും ചെറിയ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. പക്ഷെ ഞാനത് കെയർ ചെയ്യാണ്ട് എല്ലാവർക്കും ഉള്ളതാണ്. കണ്ണിനവിടെ ആയിട്ട് നമ്മുടെ കവിളിലൊക്കെയുള്ള സ്കിന്നിൻ്റെ നിറമായിരിക്കത്തില്ല. അതത്ര വലിയ പ്രോബ്ലം ഉള്ള കാര്യമല്ല. പക്ഷേ പ്രോബ്ലമാറ്റിക് ആയിട്ട് നല്ല ഡീപ്പായിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മളത് ട്രീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് കാരണം, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, കാണിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹോം റെമഡീസ് ഓൾസോ ചെയ്യാം. നിങ്ങൾക്ക് ഡോക്ടർ അത് മാറാനായിട്ട് ക്രീംസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ആക്കുക. അല്ല അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ മെഡിസിൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒപ്പം ഈ ഒരു ഹോം റെമഡി ഓൾസോ നിങ്ങൾക്ക് ചെയ്യാം. ഇത് വീട്ടിൽ തന്നെ ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. കെമിക്കൽ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതിലാക്കൂടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി യൂസ് ആക്കുന്നത് നമ്മുടെ അലോവേര ജെല്ലും റോസ് വാട്ടറുമാണ്. പക്ഷേ അലോവേര ജെല്ല് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് അലോവേര പ്ലാന്റിൽ നിന്ന് എടുക്കാം. കറ്റാർ വാഴയുടെ ഇലയിൽ നിന്ന് അതിൽ നിന്ന് നീരെടുത്ത് യൂസ് ആക്കാം. ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് മിക്സ് ആക്കുക. കണ്ണിന് ഇതുപോലെ കണ്ണിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. കണ്ണിനകത്തോട്ടാകുന്ന രീതിയിൽ വെക്കരുത്.
താഴെയായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കാജലൊക്കെ ഇടത്തില്ലേ വാട്ടർ ലൈനിൽ, അവിടെ ഒന്നും ആവരുത് കേട്ടോ, കുറച്ച് താഴെ നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ സ്വൈപ്പ് മാത്രമല്ല, കുറച്ചൊന്ന് ലെയർ ചെയ്ത് അത്യാവശ്യം കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിങ്ങൾ വേറെ മാവ് പോലത്തെ ഐറ്റംസ് ഒന്നും ചേർക്കരുത്. അതൊന്നും നമ്മുടെ സ്കിന്നിന്, കണ്ണിന് അവിടെയുള്ള സ്കിന്നിന് അത്രയും നല്ലതാവില്ല. സോ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഐറ്റം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, സ്കിപ്പ് ചെയ്തോ, കിട്ടുന്ന സമയത്ത് അതും കൂടെ ചേർത്ത് യൂസ് ആക്കിയാൽ മതി. തക്കാളിയുടെ നീര് പക്ഷെ നിങ്ങൾ സ്കിപ്പാക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. റോസ് വാട്ടറും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ആക്കുക. അലോവേര ജെല്ല് കിട്ടുമ്പോൾ മാത്രം യൂസ് ആക്കിയാൽ മതി. വീട്ടിലുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ആക്കണേ, നല്ല മാറ്റം കിട്ടുന്നതാണ്. നല്ല രീതിയിൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറും. ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നന്നായിട്ട് കുറഞ്ഞ് നല്ല മാറ്റം ഉണ്ടാവും. ചുമ്മാ പറയുന്നതല്ല, ശരിക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഞാനും ഇത് തന്നെയാണ് യൂസ് ആക്കുന്നത്. യൂസ് ആക്കുന്ന ദിവസങ്ങളിൽ എന്തുമാത്രം കണ്ണ് റിലാക്സ് ആവും അറിയാമോ. നമ്മൾ ഫോണിൽ യൂസ് ആക്കുന്നുണ്ട്, ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വെറുതെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ. ഡാർക്ക് സർക്കിൾസ് ഇല്ലെങ്കിൽ പോലും ചെയ്ത് നോക്കൂ. കണ്ണിന് അവിടെ ഭയങ്കരമായിട്ട് സൂത്തിങ് ആൻഡ് റിലാക്സിങ് ആയിട്ട് തോന്നും. അടുത്തതായിട്ട് മുകളിൽ ഇതുപോലെ കണ്ണിൻ്റെ മുകളിലായിട്ട് ഐലിഡ്സിലും ഇതുപോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തിക്കായിട്ട് അപ്ലൈ ചെയ്യണ്ട, ജസ്റ്റ് ആ ഒരു നീര് മാത്രം എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് എക്സസൈസുള്ള എല്ലാം കളഞ്ഞതിന് ശേഷം ജസ്റ്റ് മുകളിലൊന്ന് പുരട്ടി കൊടുക്കുക. അത്രയും മതി. അവിടെ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട. കാര്യം അവിടെ കട്ടിക്ക് വെച്ചാൽ നമ്മുടെ കണ്ണിനകത്തോട്ട് വീഴും. അതുകൊണ്ടാണ് അവിടെ തിന്നായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് താഴ്ഭാഗത്ത് നല്ല രീതിയിൽ ഈ ഒരു പേസ്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ താഴോട്ട് ഒലിച്ച് വന്നാൽ നമ്മുടെ കവളിന് അങ്ങോട്ടല്ലേ വരുള്ളൂ. അത് നല്ലതാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. സോ ഇതിങ്ങനെ ഒരു 15 മിനിറ്റ് വെച്ചിരിക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചിരിക്കുക. ഒന്ന് കിടക്കുക, ഒരു പാട്ട് കേട്ടിട്ടൊക്കെ കിടക്കുക, അല്ലെങ്കിൽ റിലാക്സ് ആവുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ് ആവും കേട്ടോ. നമുക്ക് ഈ റിലാക്സിങ് മ്യൂസിക്കൊക്കെ കിട്ടത്തില്ലേ, മഴ പെയ്യുന്ന സൗണ്ട്, കിളികളുടെ സൗണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ യൂട്യൂബിൽ തന്നെ കിട്ടുമല്ലോ. അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ആശ്വാസം കിട്ടും കേട്ടോ. നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഒക്കെ മാറ്റാനായിട്ട് ഭയങ്കര നല്ലതാണ് ഇത്. സീരിയസ്ലി ഗായ്സ്, നിങ്ങൾക്കിപ്പോൾ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കാരണമാണ് ഇത് വരുന്നതെങ്കിലും നിങ്ങൾ ആ ഒരു ഡോക്ടർ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സംഭവം കൂടെ ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാവും. നല്ല രീതിയിൽ നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആകാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ അതൊന്ന് തുടച്ചതിന് ശേഷം മുഖം ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിവിടെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണിന് അവിടെയായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന റോസ് വാട്ടർ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ വീട്ടിൽ തന്നെ പൂക്കൾ വാങ്ങിച്ചിട്ട്, റോസാപ്പൂക്കൾ വാങ്ങിച്ചിട്ടോ, വീട്ടിൽ കിട്ടുന്നവരാണെങ്കിൽ റോസാപ്പൂക്കൾ, നാച്ചുറലായിട്ടുള്ള റോസാപ്പൂക്കൾ എടുത്തിട്ട് റോസ് വാട്ടർ പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കിയാൽ മതി. പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. എനിക്കിവിടെ റോസ് ഒന്നും അവൈലബിളേ അല്ല, അതുകൊണ്ട് എനിക്കത് പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കാനായിട്ട് പറ്റില്ല. ഞാൻ നോർമലി വാങ്ങുന്നതാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്തായാലും സ്കിപ്പാക്കാണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കുക. അത്രയും നല്ല സൂത്തിങ് ആയിട്ടുള്ള, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ദ ഹോൾ പ്രോസസ്സ്. വന്നിട്ട് അടുത്തതായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ണിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, നമ്മുടെ വിരലിൻ്റെ തുമ്പിലുണ്ടല്ലോ, എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചെറിയൊരു മസാജ് കൊടുത്ത് ജസ്റ്റ് റിലാക്സ് ആക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര സൂത്തിങ് ആണ് കേട്ടോ, നല്ല രീതിയിൽ സ്കിന്നെ സൂത്താക്കും. ഒറിജിനൽ ആയിട്ടുള്ള കറ്റാർ വാഴ ഉണ്ടല്ലോ, നമ്മുടെ ചെടി, അതിൻ്റെ നീരായ പോലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്കിൻ അടിപൊളിയാവും. സ്കിന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ആ ഒരു റിങ്കിൾസ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റി കണ്ണിനൊരു തിളക്കം തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്